അപ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു വിഷയമാണ് എന്താണ്? ദൈവത്തെ പരീക്ഷിക്കുക. അത് എല്ലാവരും ചെയ്യണത് എങ്ങനെയെന്നറിയാമോ? ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് ദൈവം ആദ്യം ഒരു അടയാളം തരട്ടെ എന്ന് പറയും. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ. അപ്പം ആൾക്കാർക്ക് അത് ലോജിക്കാക്കാൻ നോക്കും ആൾക്കാർ. ദൈവം ഒരു അടയാളം ആദ്യം തരട്ടെ, അപ്പോൾ എൻ്റെ മാർക്ക് കൂടുവാൻ നോക്കട്ടെ. മാർക്ക് കൂടും, പക്ഷേ നീ ബ്രാൻഡഡ് ആകും. അതാണ് പ്രശ്നം. ദൈവം ഒരു അടയാളം തരട്ടെ എന്ന് മനുഷ്യനെ ജനിച്ച കാലം മുതൽ ജനിച്ച കാലം മുതൽ മനുഷ്യന് ഈ ടെൻഡൻസി ഉണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളില്ല, അപ്പോൾ പിന്നെ പരീക്ഷയ്ക്ക് തോറ്റു, അല്ലെങ്കിൽ ജോലിയില്ല എന്നൊക്കെ നമ്മൾ വന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് നമ്മളതിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഈ ആൾക്കാർ രൂപക്കൂട് എടുക്കത്തില്ലേ? ഞങ്ങളുടെയൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പെരുന്നാളിനൊക്കെ ആൾക്കാർ രൂപക്കൂട് എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ കാപ്പൊക്കെ ഇട്ട് രാജാവിനെ പോലെ രൂപക്കൂടിൻ്റെ പുറകെ നിൽക്കും. അച്ഛന്മാർ കൊണ്ടുപോകണത്. അതായത് നിൽക്കുമ്പോൾ ഈ രൂപക്കൂടെ ഇങ്ങനെ രൂപ എഴുന്നള്ളപ്പെട്ട സമയത്ത് കുറേ മനുഷ്യരുണ്ടല്ലോ, രൂപ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുമ്പോൾ സമയത്ത് ഈ രൂപക്കൂട് താങ്ങിപ്പിടിക്കാൻ കുറേ ആൾക്കാരല്ലേ. അപ്പം നമുക്കവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപക്കൂടി ഇരിക്കണ മിക്കവാറും 5-8 പേരുടെ തോളയിലായിരിക്കും. മറ്റണ്ണന്മാരൊക്കെ വെറുതെ ഈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ, കൈ ഒട്ടിച്ച് വെച്ചിരിക്കണ പോലെ അവന്മാർ തൊടത്തില്ല. നേർച്ചോട്ടം നമ്മൾ കയറി പിടിച്ച് തൂങ്ങിക്കിടക്കി അവന്മാരെ കൂടി നമ്മൾ തൂക്കി ഈ പാവപ്പെട്ട കൊണ്ടുപോകേണ്ടി വരും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കൈ കൊടുത്ത് നിൽക്കണ കുറേ ആൾക്കാരുണ്ട്. കൈ കൊടുത്ത് നിൽക്കും. അവന്മാർ വിശ്വാസപൂർവ്വം എടുക്കത്തില്ല. ഒരു കൈ കൊടുത്തിട്ടേക്ക് നടക്കട്ടെ ഒക്കട്ടെ. ഞാൻ പിടിച്ചെന്നായി, തൊട്ടെന്നായി, കാവ്യെന്നായി പേരുണ്ട്, രൂപക്കൂട് കാവ്യെന്ന് പേരുണ്ട്. പക്ഷെ ഒരു കൂഞ്ഞാൻ വരലിപ്പോൾ ഒരു ഭാരം എടുക്കത്തില്ല. എഴുന്നള്ളത്തിന് നടക്കുന്ന സംഭവമാണ്. രൂപക്കൂട് കാവ്യൻ നേർച്ച ഉണ്ടെന്ന് ഞാൻ മാറി നിൽക്കണത്. അതിനകത്ത് അവളില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എനിക്ക് നേർച്ചയെന്ന് പറയും. എന്നാൽ നേർച്ചയെന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ടിരിക്കുന്നത് കാവത്തില്ല, തൊട്ട് വെക്കും. രൂപക്കൂടെ തൊടി മറ്റുള്ളവർ കാവി കൊണ്ട് പോകുമ്പോൾ തൊടും. പലരുടെയും പത്തി ടൈപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊടുത്ത് വെക്കും. ഇത് ദൈവത്തെ ഈ കൈകൊടുപ്പ് എന്ന് പറയണത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു 50-40% ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. പ്രാർത്ഥിക്കും, ഒരു കൈ കൊടുത്തിട്ടേക്കും. പക്ഷെ അത് നടക്കണ്ടെന്നാ അങ്ങനെയൊന്നുമല്ല. അതായത് എന്തെങ്കിലും ഒരു അടയാളം കിട്ടി. ഇനി അടയാളം ഏറ്റവും വലിയ അപകടകാരികൾ ആരാണെന്നറിയാമോ? അപകടകാരികളെന്ന് പറയണത് ദൈവം ഈ വിഷയം എടുക്കുവേ, ജോലി കിട്ടുവേ, കടങ്ങളൊക്കെ മാറും. 5-6 മാസം കഴിയുമ്പോൾ പറയുവേ, അല്ലെങ്കിലും എനിക്ക് ജോലി കിട്ടിയേനും അത് ഞാൻ റാങ്കുകാരൻ്റെ 3ാം റാങ്കുകാരൻ്റെ താഴെ ഇരുന്ന് എൻ്റെ പേര്, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടിയേനും. അതെന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ ഇവൻ്റെ തനി നിറം പുറത്ത് വരും. അനുഗ്രഹം കിട്ടി 6 മാസം കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനും, അല്ലെങ്കിൽ ഞാൻ ജയിച്ചേനും, അല്ലെങ്കിൽ വീട് വെച്ചേനോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചേനോ, അല്ലെങ്കിൽ മക്കളുണ്ടായേനോ. ദൈവത്തെ വെറുതെ ഞൊട്ടിച്ച് കളയും. അതാണ് കൈകൊടുപ്പ് വിശ്വാസികൾ. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേടിക്കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ലക്ഷണം മാറും. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ആധ്യാത്മികമായിട്ട് വളരാത്തതല്ലതേ, അത് നമ്മൾ തന്നെ നമ്മളെ വളർത്തത്തില്ല. അതാണ് നമ്മൾ വളർത്തത്തില്ല. നമ്മൾ തന്നെ പറയണത് ആരാണ്? നമ്മളിൽ എപ്പോഴും ഈ ജോബിനെ പ്രലോഭിപ്പിച്ച സാത്താനും യേശുവിനെ പ്രലോഭിപ്പിച്ച സാത്താനും ഒക്കെ നമ്മളെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ജോബും യേശുവും ഈ തങ്ങളിൽ തന്നെ പ്രവർത്തിച്ച് തിന്മയുടെ ശക്തിക്ക് അതിജീവിച്ചു. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ തിന്മയുടെ ശക്തി ഉണ്ടെന്നല്ല, ഈ മാനുഷിക അവസ്ഥയിലെ മനുഷ്യാത്മാവെന്നും പറഞ്ഞ സാധനമില്ല, ലോകാത്മാവ് എന്ന് പറഞ്ഞ സാധനം. ഈ ലോകാത്മാവ്, ഈ ശരീരം ഉണ്ടെങ്കിൽ ആ സാധനം ഉണ്ടാവും, ലോകാത്മാവ് ഉണ്ടാവും. അപ്പോൾ ദുഷ്ടാത്മാവ് ഉണ്ടാവും, ലോകാത്മാവ്, ദൈവാത്മാവ്. അപ്പോൾ ഈ ശരീരത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിവുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെറിറ്റ്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മെറിറ്റ്സിനെ
ചില സമയത്ത് അത് അങ്ങനെ എപ്പോഴായാലും നമുക്കത് കിട്ടുമായിരുന്നു. അത് പ്രാർത്ഥിച്ചില്ലേനും കിട്ടിയേനോ എന്നുള്ള ഒരു ഐഡിയ കുറേ കാലം കഴിയുമ്പോൾ നിന്നെ ശക്തിപ്പെട്ടു വരും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നീ ഇങ്ങനെ ഒരാളാണെന്നുള്ള ദൈവത്തിന് നേരത്തെ അറിയാം. അതാണൊരു പ്രശ്നം. ദൈവത്തിന് നേരത്തെ അറിയാം. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോൾ നേരത്തെ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഓർത്ത് വേണം നമ്മൾ ഇടപെടാൻ. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളൊരു കുഴപ്പം, ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ നമ്മൾക്ക് ഇന്ന് പോയാൽ ഇന്നത്തെ ഒരു നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഇന്നത്തെ നമുക്ക് കിട്ടും. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞുള്ള നമ്മുടെ ബോഡിയുടെ സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കയ്യിൽ ആ സാധനമുണ്ട്. അതാണ് കുഴപ്പം. അതൊരു വല്ലാത്ത കുഴപ്പമാണ്. 10 കൊല്ലം കഴിയുമ്പോൾ നീ എങ്ങനെ ദൈവത്തോട് പെരുമാറുമെന്നുള്ളതിനെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെടുന്ന സംഭവം തരാം. ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയാൻ തരാണെന്നറിയാവോ? ഈ മനുഷ്യന്മാരോട് ഇടപെടുന്ന പോലെ ദൈവത്തോട് ഇടപെടാതിരിക്കാൻ വേണ്ടിയാണ്. ചെന്ന് പണിമടിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ആൾക്കാർക്ക് ഒരു ഹ്രസ്വദൃഷ്ടിയാണ്. എന്നുവെച്ചാൽ മനുഷ്യന്മാർ ഇടപെടുന്ന പോലെ ദൈവത്തോട് ഇടപെടും. ദൈവം ഇതെല്ലാം ഹരിച്ച് കുടിച്ചും ഒക്കെ ഒറ്റ ഗ്ലാൻസിൽ മൊത്തം റിസൾട്ട് വന്നിരിക്കണമല്ലേ. 10 ദിവസം ചോദിക്കത്തില്ലേ കർത്താവ്? എന്താ ചോദിക്കണേ? ശെബയോനെ. ആരാണ് ശെബയോന് നികുതി കൊടുക്കുന്നത്? മക്കളാണോ അടിമകളാണോ? അപ്പോൾ ശെമയോൻ പറയും അടിമകളല്ലേ അപ്പം കൊടുക്കണത്. അപ്പോൾ ഈശോയ്ക്കും അപ്പോൾ മക്കൾ ഓക്കെ അല്ലേ, ഫ്രീ അല്ലേ? അപ്പോൾ ശെമയോൻ പറയാം മക്കൾ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെ ഫ്രീ ആകണ്ടേ, മര്യാദക്ക് പോയി കഷ്ടപ്പെട്ട് ഒരു ചൂണ്ടയിട്ട് ഒരു മത്സ്യം പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ വാവിളിച്ച് നോക്കുമ്പോൾ സ്ഥാദ്യവും സ്വർണ്ണനാണയം കാണും. അതെടുത്തിട്ട് എനിക്ക് നിനക്ക് വേണ്ടി കൊണ്ട് നീതി കൊടുക്കാൻ പറയും. മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാക്കേണ്ടതെന്ന് പറയും. അപ്പം മറ്റുള്ളവർക്ക് നമുക്ക് ന്യായമായി കിട്ടാവുന്ന ആനുകൂല്യത്തിന് പോലും മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ ആ ആനുകൂല്യം സ്വീകരിക്കാതിരിക്കണമെന്നൊരു നിലപാടുണ്ട്. അതൊരു വല്ലാത്ത നിലപാടാണ്. ഈ ഒരു മൈൻഡ് സെറ്റുള്ള ആളുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യണമെന്ന് ഓർത്തേക്കണം. ഡീൽ ഓർ നോട്ട് ഡീലാണ്. ഡീൽ ചെയ്യണമെങ്കിൽ വെടിപ്പായിട്ട് ഡീൽ ചെയ്യണം. അടിപൊളി ജീവിതമായിരിക്കും. മത്തായി 17:27. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഇതിനകത്ത് വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് ദൈവം സോ കോൺഷ്യസ് ആണ്. അതാണ് ഈശോ പറയണത്. വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിച്ചത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച്. ഇത് ഒരു ഡേഞ്ചറസ് സോണാണ് ശരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. അപ്പം നമ്മളവർക്ക് നല്ല കാര്യമല്ലേ, വരാനുള്ള കാര്യമൊക്കെ അറിയാവില്ല. അതല്ല പ്രശ്നം. നമ്മളെന്തെങ്കിലും പ്രകൃതം കാണിച്ചാലും ദൈവത്തിന് മുമ്പിൽ മുൻകൂർ റിസൾട്ടാവും. ഈ പ്രാർത്ഥനയെ ബാധിക്കുന്നൊരു വിഷയമാണിത്. നീ ഇന്ന് വലിയ ദൈവതിരുസന്നിധിയിൽ വലിയ ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പം തൽക്കാലം ഒരു അനുഗ്രഹമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ ഒരു അഭ്യാസമൊക്കെ കാണിച്ച് നിന്നാലും നിന്നെക്കുറിച്ച് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇതൊരു പ്രശ്നമാണ് മക്കളെ. ഇത് ഭയങ്കര സീരിയസ് പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ നമ്മളിൽ പല കാര്യങ്ങളും ചില ആൾക്കാർ
ദൈവത്തിന് എന്താ പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കാണത്തില്ല, ചിലക്ക് ഉമ്പ കളിച്ചു തന്നെ കാണാം. ഈ ആടൊക്കെ നടക്കണ പോലെ മുട്ട് നിരങ്ങിയൊക്കെ പള്ളിക്കാരനെ നടക്കണല്ലേ, നേർച്ചയാണ് അവർ. ചില ആൾക്കാർ മുട്ടിട്ട് നിരങ്ങി പോണ കാണാം, ചില ആൾക്കാർ ഉരുണ്ടുരുണ്ടൊക്കെ പോണ കാണാം. ഈ അഭ്യാസങ്ങളും സർക്കസും എന്ത് കാണിച്ചാലും വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും, പറയാതിരിക്കത്തില്ല. അത് സർവാക്കല്ലത്. നീ ഇപ്പം പള്ളി കിടന്ന് ഉരുണ്ടെന്ന് വിചാരിച്ചോ, അതിന് നിരങ്ങിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഉമ്പ കളിച്ചെന്ന് വിചാരിച്ചോ, നീ ഇപ്പം വലിയ മുടങ്ങാതെ കുർബാനക്കൊക്കെ വരുന്നുണ്ട്, ഈ കുറേ നാളായിട്ട് നീ ദൈവത്തോട് അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിലും നിന്നെ അസസ് ചെയ്യണത് നിൻ്റെ കൈയിരിപ്പ് വെച്ചുകൊണ്ടാണ്. അതെന്താണ്? അതിനേതാണ് 16 16-14 ഇത് DTP ചെയ്ത് വേണമെങ്കിൽ അടുക്കള ഒട്ടിച്ച് വെച്ചോ. എന്താ സംഭവം? ഇത് നമ്മുടെ തലവിധിയാണ് ഈ സംഭവം. എന്താണ്? വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അപ്പം നമ്മളെ നാളെ ഞാൻ ചില ആൾക്കാർ പറയുവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞല്ലേ, കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് അനുഗ്രഹം കിട്ടിയെങ്കിൽ ദൈവത്തിന് കുടുംബപ്രാർത്ഥന കൊണ്ട് എല്ലാ സാധനമാണ്. കേൾക്കുന്ന പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുടുംബപ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്, ഇപ്പം വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കുകയാണ്, അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. അയ്യോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിലെ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഈ ഭക്തി ഉണ്ടാകത്തില്ല, പ്രാർത്ഥന ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിയിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ 8 പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം ചെറിയാവുക? അതായത് നീ അത്തവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഇത് പക്ഷേ ഇത് വരവ് ഇത്തിരി പെശക് വരവാണി വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് പറഞ്ഞ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോഴേ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെൻറ്റ്, എന്നിട്ട് ഈ അസസ്മെൻറ്റിൻ്റെ അകത്ത് ഒരു ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ,
ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. എന്താണെന്ന് വായിച്ചത്? യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്ത്. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ല വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരൻ്റെ ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ്, യാക്കോബ് കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ? പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്? ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ്? കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഇതൊരു നമ്മൾ വിശ്വസ്തത, ദൈവസ്നേഹം, ആനപൂനം എന്നൊക്കെ പറയുന്നാലും അവസാനം വന്ന് ഇറങ്ങി നിൽക്കുന്നത് കാപട്യത്തിലാണേ. കപടത ഉൾക്കൊള്ളാൻ പറ്റാതെ, ഹിപ്പോക്രാസി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം നീ അതാണ്, നീ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. ഇപ്പം ചൂട് കൊടുക്കേണ്ട പാട്ട് ചൂട് കൊടുക്കും, തണുപ്പ് കൊടുക്കേണ്ട പാട്ട് തണുപ്പ് കൊടുക്കും. അങ്ങനെയല്ല. ഇപ്പോൾ ചിലരെന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും ശരി, ഇപ്പോൾ തന്നെ ഇവിടെ എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഒരു മലയാളി നേഴ്സിന് ഹമാസ് വെടിവെച്ച് കൊന്നു, മിസൈൽ വീണ് ചത്ത്. അവർ മലയാളിയാണ്. അവരുടെ ബോഡി ഇവിടെ വന്നപ്പോൾ ഈ അണ്ണന്മാരാരും പോയില്ലല്ലേ. അപ്പം മനുഷ്യത്വത്തെക്കാൾ ഉപരി അതേസമയം തന്നെ ഈ മലയാളി നേഴ്സിനെ ഇസ്രയേൽക്കാരാണ് എൻ്റെ മിസൈൽ വീണാണ് മരിച്ചെങ്കിലേ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഇവിടെ? മന്ത്രിയുടെ ഭാര്യയും മക്കളും എല്ലാം അവിടെ പോയി കിടന്ന് കരയണ കാണാം. അപ്പോൾ ഒരു മനുഷ്യത്തിനേക്കാൾ വലിയൊരു കാപട്യമുണ്ട് ഇതിരിക്കുക. അതുകൊണ്ടാണ് അതെല്ലാം എന്തിനു ബേസ് ചെയ്ത് പോകണതാണ്? മജോറിറ്റിയുടെ വോട്ടിനെ ബേസ് ചെയ്ത് പോകണതാണ്. മജോറിറ്റി വോട്ട് ബേസ് ചെയ്ത് പോകണതാണ്. അപ്പോൾ ഈ മജോറിറ്റി വോട്ട് ചെയ്ത് പോകുമ്പോൾ തന്നെ വോട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർക്ക് ഒരു ദൈവവിശ്വാസിയാകാൻ വലിയ പാടായിരിക്കും. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇപ്പോൾ ക്രിസ്ത്യൻസാണ് ഇത് കാണിച്ചെങ്കിലും അവർ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങളുടെ വിഷയത്തിൽ ആ വിഭാഗത്തിൻ്റെ ജനാധിപത്യ ക്രമത്തിൽ അവിടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പരിപാടി കാണിക്കണത് എല്ലാവരും കാണിക്കണത്. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സുവിശേഷ വിഹിതം വഴി നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കും. അതെന്തുകൊണ്ടാണ്? ഇസ്രയേലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യണത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യണതല്ല. സഭയുടെ ഒരു നിലപാട് ഞങ്ങൾക്ക് അറിയാമല്ലോ. എവിടെയാണ് അനീതി കാണുന്നത് അവരെ നമ്മൾ ഇപ്പം രണ്ടും ഒരേ സമയം തന്നെ
രണ്ടും ഒരേ സമയം തന്നെ വിമർശിക്കപ്പെടേണ്ട രണ്ടുപേർക്ക് രണ്ട് വിഷയങ്ങളുണ്ടാവും. അതായത് ദൈവതിരുസന്നിധിയിൽ ഇതെല്ലാം സുവിശേഷം സ്വീകരിക്കേണ്ട ആവശ്യകതയാണ് കാലം വെളിവാക്കി തരണത്. ദൈവതിരുസന്നിധിയിൽ വൃത്തിമേനയോടെ ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കാപട്യവും നിഷ്കപടത എന്ന് പറയുന്നത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കാപട്യം നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യണത്. അതിൻ്റെ അർത്ഥം ദൈവതിരുസന്നിധി സാധനം വെച്ച് കുറിപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം, കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങൾ നല്ല നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. എന്നാൽ തന്നെ നമ്മൾ 50% വിജയിച്ച് കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, എന്താണെന്ന് നോക്കിയേ. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പൊ അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലെ. അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ. എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയുന്നത് ഉയർന്ന നിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ കാണും, എല്ലാവരെയും കാണും. അപ്പോൾ പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കും. കാപട്യവനെ വഴിക്കാണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ഗാനം നല്ലവണ്ണം പാടുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് നല്ല പേരുണ്ട് നാട്ടിൽ. അയാൾ അങ്ങനെ പറഞ്ഞു, ഒരു ബിഷപ്പിനോട് ഞാൻ 5 രൂപ ചോദിച്ച്, എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല, അതുകൊണ്ട് ഞാൻ സഭയിൽ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തുണ്ടാവില്ല മനുഷ്യന്. അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്തുണ്ടാവില്ല. അപ്പോൾ മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പസാക്ഷിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വല്ലവരും പോയി ബിഷപ്പുമാരോട് 5 രൂപ ചോദിക്കുക. അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ. അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ്, ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണില്ലേ. അപ്പോൾ ഓരോരുത്തർ ഉയർന്നു കഴിയുമ്പോൾ, ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും. ഇതൊരു പ്രലോഭനമാണ്. അതാ ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ. ഉയർന്ന സ്ഥലത്ത് നിർത്തണത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ മക്കളെ പേയ്മെൻറ്റാണ് ഇതെല്ലാം മുഴുവനും. അത് വെച്ചാൽ നമ്മൾക്ക് അത് ദൈവദിവസത്തിനെതിരെ അതും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമെന്ന് ദൈവത്തെടുത്ത് നടക്കത്തൊരു പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ. പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന്. അല്ലാതെ 2 വില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല.
ആധ്യാത്മികത എന്ന് പറയുന്നത് ഭയങ്കര നട്ടലോടുകൂടിയും ചങ്കുറപ്പോടുകൂടി ദൈവദുരസന്നിധിയിൽ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള സംഭവമാണ്. നിലപാടുകളിലെല്ലാം പ്രത്യേകിച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് ഉണ്ട്. നീ ദൈവപുത്രനാണെങ്കിലെന്നില്ലേ, അത് ആദ്യത്തെ തന്നെയല്ലേ. ആദ്യത്തെ ഈ സ്റ്റാറ്റസിനെ തന്നെ ടോർപ്പിഡോ ചെയ്യുന്നുണ്ട്. എന്താണ്? നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയൂ. അപ്പം സ്വന്തം അപ്പം അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആണെന്ന് ആക്കി തീർക്കാൻ വേണ്ടി ഈശോ അത്ഭുതം കാണിക്കാൻ വേണ്ടിയുള്ള പ്രലോഭനമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളെ ചില സമയത്ത് ഇതുപോലെ മറ്റുള്ളവർ നമ്മുടെ മേൽ ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുക. ചില സമയത്ത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ജീവശാസ്ത്ര പരിസരമുണ്ട്. അത് നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ച് കത്തോലിക്കിന് പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെന്തക്കോസ്റ്റൽസും അങ്ങനെ തന്നെയാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പ്രാർത്ഥനാ ജീവിതമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാം, നമ്മുടെ കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാ. ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ്, മിഷണറിമാരല്ല ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈശോ സഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു. ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല. ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി. അത് വേറൊരു ട്രെയിനിങ് ആയിരുന്നു. പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭക്തിക്കായും ആയിരിക്കും പ്രാധാന്യം വന്നത്. അതുപോലെ ഇപ്പം ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭക്തിക്കാരാണ്. പക്ഷേ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ ഭക്തി വേറെ, നിലപാട് വേറെയായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ യാക്കോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എന്ത് തേനും കട്ടയാണെന്ന് പറഞ്ഞാലും അസസ്മെൻ്റ് വരുമ്പോൾ യാക്കോബാണെന്ന് കർത്താവ് നോക്കത്തില്ല. നീതി ദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ്. കാപട്യമുള്ളവൻ തന്നെ പറയും. ബ്രാൻഡഡാണ് ആ സാധനം. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും സ്റ്റാറ്റസ് ലോയിങ് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്ത് വരണം. എൻ്റെ പ്രിയപ്പെട്ട ഈ മത്തായിയുടെ സുവിശേഷം 4:3, 4:9 ഇല്ലേ, അവിടെ എല്ലാം ഈ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കണതല്ല. ഈശോയെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പിഡോ ചെയ്യുന്നത് മുഴുവനും, ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ഈശോയുടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യണം. ഈ സ്റ്റാറ്റസിന് ഡാമേജ് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പ്രലോഭനങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ്, ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്നിടത്ത് വെച്ചാണ് ഒരു പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത്. അതാണ് ഈ സ്റ്റാറ്റസ് ലോയിങ്ങിൻ്റെ ഉദ്ദേശം തന്നെ. ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ, ജോർദാൻ്റെ തീരത്തു നിന്നാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. നേരെ ഒരു പകലിൽ നിന്ന് വെളിച്ചത്തു നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു ഷിഫ്റ്റിംഗാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഷിഫ്റ്റിംഗ് ഉണ്ടാകും.